इतना सा मेंटेन हो जाए, मेरा पिछला पिन जो कि स्टार पर्ल का है वो मेंटेन हो जाए, हमें इतना याद रहता है। हम स्टार डायमंड को याद ही नहीं रखते हैं, इसलिए स्टार डायमंड वाली एनर्जी हमारे अंदर से निकलती नहीं। तो നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സെമിനാർ അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും സെമിനാർ എടുക്കുകയാണെങ്കിലും കൗൺസിലിംഗ് ചെയ്യുകയാണെങ്കിലും പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുകയാണെങ്കിൽ ഫീൽഡ് വർക്ക് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുമ്പോഴും ഇത് എനിക്ക് സ്റ്റാർ ഡയമണ്ട് ആകാനാണ് എന്നുള്ള ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കുക. സ്റ്റാർ ഡയമണ്ട് ആകണം എന്നുള്ള ആ ഒരു ആഗ്രഹമായിരിക്കും നിങ്ങളെ കൊണ്ടത് ചെയ്യിപ്പിക്കേണ്ടത്. അതല്ലാതെ ഇപ്പോഴത്തെ നമ്മുടെ പൊസിഷൻ എങ്ങനെയെങ്കിലും ഒന്ന് നിലനിർത്തിയാൽ മതി, ഇത് മതി, ഇങ്ങനെ ആയാലും മതി എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ കുറഞ്ഞ എനർജിയോട് കൂടി നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ ഒരിക്കലും നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ല. ആ എനർജി നമുക്ക് എപ്പോഴും നിലനിർത്താൻ കഴിയണം. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എന്നെ സ്റ്റാർ ഡയമണ്ട് ആക്കാൻ വേണ്ടിയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. मैंने अपने आप को याद दिलाने के लिए एक फार्मूला बना रखा है, बता दूं कि कैसे मैं अपने आप को याद दिलाता हूं कि मैं रोज स्टार डायमंड बनने के लिए, आज मैं जगा हूं, मुझे स्टार डायमंड बनने के लिए कुछ करना है, बता दूं. അങ്ങനെ സ്റ്റാർ ഡയമണ്ട് ആകാൻ വേണ്ടിയാണ് ഞാൻ ഓരോ ദിവസവും ഉണർന്നെണീക്കുന്നത് എന്ന് എന്നെ ഓർമ്മിപ്പിക്കാൻ എനിക്കൊരു സൂത്രവാക്യമുണ്ട്. കേൾക്കണോ? ഇങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, കേൾക്കണോ? तो मैं डेली सुबह उठता हूँ, तैयार होता हूँ, नहाता हूँ, शेव करता हूँ, कोट पैंट टाई पहनता हूँ, कांच के सामने खड़ा हो जाता हूँ और अपने आप से एक बात कह करके निकलता हूँ कि एक मूवी देखी होगी आप लोगों ने, आपकी साउथ की मूवी है, उसी का एक फेमस डायलॉग है, वो डायलॉग अपने आप से बोल के निकलता हूँ, खड़ा हो जाता हूँ इस पोजीशन में और बोलता हूँ कि इस अभियान का स्टार डायमंड बनने तक ये अभिषेक छाबड़ा रुकेगा नहीं साला. അത് ഏത് സിനിമയാ? കണ്ണാടിയുടെ മുമ്പിൽ നോക്കി നിന്ന് ഡെയിലി ഒരു ഡയലോഗ് പറഞ്ഞിട്ടാണ് ഞാൻ പോവുക. അതൊരു സൗത്ത് സിനിമയാണെന്നാ പറഞ്ഞത്. കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ ചെരിഞ്ഞു നിന്ന് നോക്കിയിട്ട് പറയും, സ്റ്റാർ ഡയമണ്ട് ആകുന്നത് വരെ ഞാൻ നിൽക്കുന്ന പ്രശ്നമില്ല. അതേത് സിനിമയാണ് സാറ്? പുഷ്പ ആണോ? पुष्पराज झुकेगा नहीं साला, तो स्टार डायमंड बनने तक अभिषेक छाबड़ा रुकेगा नहीं साला. ഇത് പറഞ്ഞിട്ട് വേണം നിങ്ങൾ വിട്ടിറങ്ങാൻ. സ്റ്റാർ ഡയമണ്ട് ആകാതെ ഞാൻ നിൽക്കുന്ന പ്രശ്നമില്ല. चलिए, इतने प्यार से आप लोगों ने मुझे सुना सर. चलिए, एक बहुत इंपॉर्टेंट चीज आप सिखाना चाहता हूं मैं आप लोगों को, क्योंकि क्या प्रॉब्लम होती है, सारी प्रॉब्लम हमारे ब्रेन में है. ഒരു ചെറിയ കാര്യം നിങ്ങളോട് പറയാനുള്ളത്, തുടക്കം നമ്മുടെ ബ്രെയിനിൽ നിന്നാണ്. അതുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ കാര്യങ്ങൾ വളരെ എളുപ്പമാകും. ये जो हमारा ब्रेन है ना, मैं थोड़ा सा, हाँ, ये ब्रेन, इस ब्रेन के अंदर कोई बैठा है. बैठा है ना? यस सर, प्लीज बोलते जाइए. നമ്മുടെ തലച്ചോറിനകത്ത് ഒരാൾ ഇരിപ്പുണ്ട്. यहाँ मैं आपसे कुछ बात कर रहा हूँ और वो अंदर ही अंदर आपसे कुछ बात कर रहा है कि नहीं? ആദ്യം ചോദിക്കേ, ഇവിടെ അഭിഷേക് സാറ് നമ്മളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിനകത്ത് തലയിലിരുന്ന് ബ്രെയിനിലിരുന്ന ഒരാള് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. मैं आपसे कहता हूँ कि एक दिन आपको 50 लाख रुपए महीने की इनकम आएगी, तो अंदर वाला आदमी कहता है 50 लाख तो शायद इस जन्म में आए या ना आए, एक दिन तेरे को 5 लाख रुपए की इनकम जरूर आएगी. बोलिए, ऐसा है कि नहीं? അകത്തിരുന്ന് ആള് പറയും 50 ലക്ഷം ഒന്നും കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഒരു 5 ലക്ഷം എങ്കിലും കിട്ടുമായിരിക്കും എന്ന് നിങ്ങളുടെ അകത്തിരുന്ന ഒരാള് പറയുന്നുണ്ട്. ഉണ്ടോ അങ്ങനെ ആർക്കെങ്കിലും? बोलो, ऐसा है कि नहीं? യെസ്, एग्री? यस. तो देखो, मैंने आपका माइंड रीड कर लिया है ना. अब ये आपको, ये अंदर वाला जो आदमी है ना, ये कोई अच्छा आदमी नहीं ना सर. അപ്പോ 50 ലക്ഷം കിട്ടുമെന്ന് പറയുമ്പോൾ 50 കിട്ടിയാൽ നിനക്ക് 5 കിട്ടുള്ളൂ എന്ന് പറയുന്ന ആൾ, അകത്തിരിക്കുന്ന ആള് നല്ലയാളാണോ? ആണോ? ये एक नंबर का घटिया आदमी है. ഘട്ടിയാദ്യം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക്
ആശ ഉണ്ടാക്കാനിരിക്കുന്ന ഒന്നാന്തരം പാർട്ടിയാണ് എന്താണ് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് കിട്ടുകയല്ല എന്ന് നമ്മൾ പറയും. मैं आपको बोल रहा हूँ 50 लाख की इनकम आएगी और ये आपको कॉन्फिडेंस कितना दे रहा है कि 5 लाख. कॉन्फिडेंस इतने पे ही कॉन्फिडेंस आ रहा है ना. 50 ലക്ഷം കിട്ടുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കിട്ടിയ ആളുകളുടെ അനുഭവം സിസ്റ്റത്തിന്റെ അറിവും വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങൾക്ക് 50 ലക്ഷം കിട്ടുമെന്ന്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ആൾ പറയാം നിങ്ങൾക്ക് 50 ഒന്നും കിട്ടില്ല, ചിലപ്പോൾ 5 കിട്ടിയേക്കും. നിങ്ങളുടെ എനർജി കൂടുവോ കുറയുവോ? ഹലോ, अच्छा 50 लाख में से 5 लाख कम कर दिए जाएं तो कितने बचेंगे? 50 ലക്ഷത്തിൽ 5 ലക്ഷം കുറച്ചാൽ ബാക്കി എത്രയുണ്ട്? 45 लाख रुपीस इन अ मंथ. आपका एक महीने में 45 लाख रुपए का नुकसान कर दिया और आप कॉन्फिडेंट हो रहे हैं कि सर एक दिन 5 लाख रुपए महीने तो जरूर करके നിങ്ങൾക്ക് കിട്ടാവുന്ന 50 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം നിങ്ങൾക്ക് തന്ന് ബാക്കി 45 ലക്ഷത്തിന് നഷ്ടം ഉണ്ടാക്കി ആ പുള്ളി. ശരിയാണോ? आपका अगर कैलकुलेशन करें तो एक साल में 11 करोड़ रुपए का आपका नुकसान कर दिया और आप कॉन्फिडेंट हो रहे हैं कि एक दिन 5 लाख तो करके रहूंगा. നിങ്ങൾക്ക് ഒരു വർഷം എത്ര കോടിയുടെ നഷ്ടമാണ്? 45 ലക്ഷം മന്ത്ലി വീതം കൊടുക്കുമ്പോൾ എത്ര കോടിയുടെ നഷ്ടമാണ് ഈ ഒരൊറ്റ ചിന്താഗതി കൊണ്ട് നമുക്ക് ഉണ്ടാക്കുന്നത്? तो बताइए ये अंदर वाला अच्छा आदमी है कि बुरा? ഹലോ, അങ്ങനെ ഉള്ളിലിരിക്കുന്ന ആള് നല്ലയാളാണോ മോശമാണോ? മോശം. अब ये आदमी बेसिकली ये क्या करता है, ये आपका लेवल ये डिसाइड करता है कि 50 लाख तेरा लेवल नहीं है, तेरा लेवल है 5 लाख. ये कौन होता है हमारा लेवल डिसाइड करने वाला? അപ്പോ നമ്മുടെ ബ്രെയിനിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ലെവല് നിശ്ചയിക്കുന്ന ഇങ്ങേരാരാ? ആരാണ് ലെവൽ തീരുമാനിക്കേണ്ടത്? നിങ്ങളാണോ? നിങ്ങളുടെ ബ്രെയിനിനെ തിരിക്കുന്ന ഈ കീടമാണോ? भगवान ने कोई लेवल नहीं बनाया. भगवान ने कोई ऐसा लेवल बना के आपको धरती पे नहीं भेजा है कि मूर्ति यू विल अर्न दिस मच, अभिषेक यू विल अर्न दिस मच, एंड जो भी सो ऑन, रमेश यू विल अर्न दिस मच, एंड मुकेश यू विल अर्न दिस, एंड यू विल अर्न दिस. गॉड ने डिसाइड नहीं किया. ये कौन डिसाइड करता है? ये अंदर बैठा हुआ आदमी जो कि अच्छा आदमी नहीं है. അതായത് നിങ്ങൾ ഇത്ര സമ്പാദിക്കണം എന്ന് ആർക്കും ഒരു ഡിസൈൻ കൊടുത്തിട്ടല്ല ദൈവം ഇങ്ങോട്ട് ഒരാൾത്തരം പറഞ്ഞു വിട്ടത്. പക്ഷേ നിങ്ങൾക്ക് കിട്ടാനുണ്ടായിട്ട് നിങ്ങളെ കൊണ്ട് അത്ര പറ്റില്ല, ഇത്രയും പറ്റൂ എന്ന് പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കുന്ന നമ്മുടെ ബ്രെയിനുള്ളിലുള്ള ആളെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അത് നമുക്ക് ഗുണത്തിനല്ല, നമുക്ക് ദോഷത്തിനാണ്. നല്ല കാര്യം പറഞ്ഞു തരുമ്പോൾ ഇത് നിങ്ങളെ കൊണ്ട് പറ്റില്ല, ഇത് നിങ്ങൾക്ക് കിട്ടില്ല, ശരിയാവില്ല എന്ന് പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കുന്നു. हम पूरा दोष गॉड को देते हैं, है ना. मैं आपसे कह रहा हूँ एक दिन आपके घर के बाहर मर्सिडीज कार खड़ी होगी और ये अंदर वाला आदमी कहता है मर्सिडीज इज नॉट पॉसिबल फॉर यू आई थिंक, बट वन डे यू विल बाय ए स्कॉर्पियो, ए टाटा सफारी, बिकॉज मर्सिडीज आपका लेवल से ऊपर है ना. ये कौन बता रहा है आपको? अंदर बैठा हुआ आदमी. അതേപോലെ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഒരു മെർസിഡസ് വരും, നിങ്ങളൊരു മെർസിഡസിന്റെ ഉടമയാകും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആൾ പറയും, മെർസിഡസ് ഒന്നും നിനക്ക് വരാൻ പോകുന്നില്ല, നിനക്കതിന് പറ്റില്ല, വല്ല സഫാരിയൊക്കെ ചിലപ്പോൾ വന്നേക്കാം എന്ന് പറയും. अच्छा ये हमारा लेवल डिसाइड करने वाला. अच्छा हम सारा जिंदगी में कुछ भी अच्छा नहीं होता है ना तो हम किसको ब्लेम करते हैं? गॉड को, कि हे भगवान तूने हमारे साथ अच्छा नहीं किया. അപ്പോ നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ, നമ്മൾ ആഗ്രഹം നടന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തിനെ പഴി പറയും. ശരിയല്ലേ? ദൈവം എനിക്കിട്ട് പണി തന്നു, ശരിയായില്ല, കുറ്റപ്പെടുത്താറില്ലേ? भगवान कहता है कि यार राजस्थान से आदमी आया था ये बताने के लिए कि एक दिन तू 50 लाख रुपए महीना कमाएगा, पर तूने खुद ने कहा कि 50 लाख तो शायद इस जन्म में आए ना आए, 5 लाख लेकर के और जरूर मैं 5 लाख जरूर कमा लूंगा. तो भगवान ने कहा ओके तथास्तु. അപ്പോ രാജസ്ഥാനിൽ ഒരാളെന്ന് പറയാ നിങ്ങൾക്ക് 50 ലക്ഷം കിട്ടും എന്ന്. അപ്പോ നിങ്ങൾ പറയാ ഇല്ല എനിക്ക് 50 ലക്ഷം കിട്ടില്ല, 5 ഉള്ളൂ. അപ്പൊ ഭഗവാൻ പറയും രാജസ്ഥാനിൽ നിന്ന് ഒരാളെ വിട്ട് ഞാൻ പറയിപ്പിച്ചതാ, നിങ്ങൾ